ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ രാഷ്ട്രീയക്കാരും ഉൾപ്പെടുമെന്ന് ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ. റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം നൽകരുത് എന്ന് നിർദ്ദേശിച്ച സജി ചെറിയാനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ രാഷ്ട്രീയക്കാരും ഉൾപ്പെടുമെന്ന് ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ. റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം നൽകരുത് എന്ന് നിർദ്ദേശിച്ച സജി ചെറിയാനെ മന്ത്രിസ്ഥാനത്ത് നിന്നും പുറത്താക്കണം. ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പ്രസക്ത ഭാഗങ്ങൾ പൂഴ്ത്തിവച്ചിരിക്കുകയാണ്. പ്രസക്ത ഭാഗങ്ങൾ ഒഴിവാക്കിയതിന് സജി ചെറിയാന് എന്ത് കിട്ടിയെന്നും ആരെ സംരക്ഷിക്കാനാണെന്ന് വ്യക്തമാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ പൊതുസമൂഹം സിനിമയിലെ സ്ത്രീകൾക്കൊപ്പം നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ സിനിമാ രംഗത്തെ അധോലോകത്തിനൊപ്പം നിൽക്കുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. കമ്മീഷന്റെ പൂർണ്ണഭാഗം വായിക്കാത്ത ആളല്ല മുഖ്യമന്ത്രി. വകുപ്പ് മന്ത്രി സജി ചെറിയാനെ മാറ്റി നിർത്തിക്കൊണ്ട് റിപ്പോർട്ടിൽ കൃത്യമായ പേരുകളുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ നടപടിയെടുക്കാമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തനിക്ക് ഉറപ്പു നൽകിയിരുന്നുവെന്നും സുരേഷ് ഗോപിയുമായി ചർച്ച നടത്താൻ സജി ചെറിയാൻ തയ്യാറാകണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ചാനൽ 7 ന്യൂസ്, ചാലക്കുടി. സജി ചെറിയാൻ പറയണം, താങ്കൾക്ക് എന്തെല്ലാമാണ് ഈ ചില ഖണ്ഡികകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാമാണ് താങ്കൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുകയാണ്. താങ്കൾക്ക് എന്താണ് കിട്ടിയത്? ഈ മേഖലയിൽ അധോലോക സംഘം പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അവർക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം. എന്തുകൊണ്ടാണ് കേസെടുക്കാൻ തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് അവരെ ഒഴിവാക്കിയത്? എന്തുകൊണ്ടാണ് ഇത്രയും പരാമർശിക്കപ്പെട്ട ഭാഗങ്ങൾ ഒഴിവാക്കപ്പെട്ടത്? എന്താണ് സജി ചെറിയാന് ഇതിനകത്തുള്ള റോൾ? ആരെയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുറം ലോകത്തിൻ്റെ മുന്നിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേട്ടയാടപ്പെട്ട സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. ഈ വലിയ വ്യവസായം അത് നമ്മുടെ നാട്ടിൽ ഇനിയും വളരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു. എന്നാൽ കേരളത്തിൻ്റെ പൊതുസമൂഹം നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്, നിങ്ങൾക്ക് കരുത്തായിട്ട് നിൽക്കുകയാണ്. ആ കരുത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്താണോ തമസ്കരിക്കപ്പെട്ടിട്ടുള്ളത് അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കാൻ ഇനിയും നിങ്ങൾ പോരാട്ടം നടത്തേണ്ടതുണ്ട് എന്നുകൂടി പറയുകയും നിങ്ങളോടൊപ്പം ഒരു വലിയ സമൂഹം ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം എന്നുകൂടി ഈ സമയത്ത് ഞാൻ പറയുകയാണ്.